നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസൺ ആവേശകരമായി പുരോഗമിക്കുകയാണ്. എന്നാൽ ഇത്തവണ ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്ന് ചില സൂപ്പർ ടീമുകളുടെയും താരങ്ങളുടെയും പിന്നോട്ട് പോക്കാണ്. രാജസ്ഥാൻ റോയൽസിൽ ഇത്തവണ എല്ലാവരും വലിയ പ്രതീക്ഷ വച്ചിരുന്നു. രാഹുൽ ദ്രാവിഡ് പരിശീലകനായതോടെ രാജസ്ഥാൻ റോയൽസ് മുന്നോട്ട് പോകുമെന്ന് കരുതിയെങ്കിലും നിരാശപ്പെടുത്തുന്ന അവസ്ഥയിൽ ടീം പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. രാജസ്ഥാന്റെ പിന്നോട്ടിറക്കത്തിനൊപ്പം തന്നെ നായകൻ സഞ്ജു സാംസന്റെ പരിക്കും രാജസ്ഥാനെ തളർത്തുകയാണ്. സീസണിന്റെ ആദ്യ 3 മത്സരത്തിൽ പരിക്കിനെ തുടർന്ന് നായകസ്ഥാനം സഞ്ജുവിന് ലഭിച്ചില്ലായിരുന്നു. ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ വീണ്ടും പരിക്ക് വില്ലനായി വന്നു. ഇപ്പോൾ ടീമിന് പുറത്തിരിക്കാനാണ് സഞ്ജുവിന്റെ വിധി. ഈ സീസണിൽ രാജസ്ഥാന് പ്ലേ ഓഫ് പ്രതീക്ഷ വേണ്ട എന്ന് തന്നെ പറയാം. ഈ സാഹചര്യത്തിൽ സഞ്ജു തിടുക്കപ്പെട്ട ഈ സീസണിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയില്ല എന്ന് തന്നെ വിലയിരുത്താം. ഇടയ്ക്കിടെ പരിക്കേൽക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് ഇപ്പോൾ വിശ്രമം അനിവാര്യമാണ്. നിലവിൽ BCCIയുടെ കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന താരമാണ് സഞ്ജു. അതുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഫിറ്റ്നസ് BCCIയുടെ നിരീക്ഷണത്തിലാകും ഉണ്ടാവുക. അടുത്ത വർഷം T20 ലോകകപ്പ് നടക്കാനുള്ളതിനാൽ സഞ്ജുവിൻ്റെ പരിക്ക് കൂടുതൽ ഗുരുതരമാകാതെ ആവശ്യത്തിന് വിശ്രമം നൽകാനായിരിക്കും BCCI ശ്രമിക്കുക. രാജസ്ഥാനൊപ്പം ഈ സീസണിൽ ഇനി കളിക്കാൻ സാധിക്കാത്ത സഞ്ജു എപ്പോഴാകും വീണ്ടും കളത്തിലെത്തുക എന്ന് വിശദമായി നോക്കാം. IPLന് ശേഷം ഇന്ത്യയെ കാത്തിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയാണ്. ഇതിനുശേഷം ബംഗ്ലാദേശ് പര്യടനമാണ് ഇന്ത്യ നടത്തുക. 3 വീതം ഏകദിനവും T20യും ഉൾപ്പെടുന്നതാണ് ഇന്ത്യയുടെ ബംഗ്ലാദേശ് പര്യടനം. ഇതിൽ ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്ക് ഇടം ലഭിക്കാൻ സാധ്യത കുറവാണ്. ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ സീനിയർ താരങ്ങൾക്ക് ബംഗ്ലാദേശിനെതിരെ വിശ്രമം നൽകിയേക്കും. ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഏറ്റവും കരുത്തുറ്റ ടീമിനെ തന്നെ അയക്കേണ്ടതിനാൽ തന്നെ യുവതാരങ്ങൾക്കാകും ബംഗ്ലാദേശ് പരമ്പരയിൽ കൂടുതൽ പരിഗണന ലഭിക്കുക. സഞ്ജു സാംസൺ ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പരയിലൂടെയാകും വീണ്ടും കളത്തിലേക്ക് തിരിച്ചെത്താൻ സാധ്യത. അതുവരെ സഞ്ജുവിന് വിശ്രമം അനുവദിച്ചേക്കും. ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പര ഓഗസ്റ്റ് 17-നാണ് തുടങ്ങുന്നത്. നിലവിൽ ഇന്ത്യയുടെ ഏകദിന ടീമിന് പുറത്താണ് സഞ്ജു ഉള്ളത്. എന്നാൽ ബംഗ്ലാദേശിനെതിരായ ഏകദിന പരമ്പര കളിക്കാൻ അവസരം ലഭിച്ചേക്കും. സഞ്ജുവിന് മുന്നിൽ മുന്നൊരുക്കത്തിന് ആവശ്യത്തിന് സമയം ലഭിക്കും. നിലവിൽ തിടുക്കപ്പെട്ട സഞ്ജുവിനെ IPL കളിപ്പിച്ചാൽ സഞ്ജുവിൻ്റെ പരിക്ക് കൂടുതൽ ഗുരുതരമാകാനും കൂടുതൽ മത്സരങ്ങൾ നഷ്ടമാകാനും അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സഞ്ജുവിൻ്റെ ഫിറ്റ്നസ് വിലയിരുത്തി വിശ്രമം അനുവദിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന് തന്നെ പറയാം. സഞ്ജു സാംസൺ ഇന്ത്യക്ക് ടെസ്റ്റ് കളിക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന താരങ്ങളിൽ ഒരാളാണ്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സഞ്ജു സാംസണ് ഇടമുണ്ടാകില്ല എന്നുറപ്പാണ്. സമീപകാലത്തെ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൻ്റെ പ്രകടനം വളരെ നിരാശപ്പെടുത്തുന്നതാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നാട്ടിൽ ന്യൂസിലൻഡിനോടക്കം ഇന്ത്യ ടെസ്റ്റിൽ നാണം കെട്ട് തോറ്റിരുന്നു. ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവസ്കർ ട്രോഫിയിലും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ട് പരമ്പരയിൽ തിളങ്ങേണ്ടത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ്. അതിനായി ഏറ്റവും മികച്ച ടീമിനെ തന്നെ ഇന്ത്യക്ക് ഇറക്കേണ്ടതുണ്ട്. സഞ്ജുവിന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ ഇടം പ്രതീക്ഷിക്കാനാകില്ല. T20യിൽ മികവ് കാട്ടി മികച്ച ഓപ്പണർമാർ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസണ് കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല എന്ന ഉറപ്പാണ്.